നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ബുക്ക് റിവ്യൂ ആണ്. ശ്രീമതി സുധാമൂർത്തി എഴുതിയ ജെന്റ്ലി ഫോൾസ് ദ ബാക്കുല എന്നുള്ള പുസ്തകത്തെക്കുറിച്ചുള്ള റിവ്യൂ ആണ്. ആദ്യമായിട്ട് ഈ പുസ്തകം വായിച്ചു തുടങ്ങും മുമ്പ്, ഇത് ഞാൻ വേണമെന്ന് വിചാരിച്ചെടുത്ത പുസ്തകമല്ല, ലൈബ്രറിയിൽ പോയി തിരഞ്ഞപ്പോൾ ആക്സിഡൻ്റലി എൻ്റെ കയ്യിൽ വന്ന പുസ്തകമാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് ഒക്കെ കണ്ടപ്പോൾ ഒന്ന് വായിക്കണം എന്ന് തോന്നി, അപ്പോൾ അങ്ങനെ വായിച്ചതാണ്. എനിക്ക് ബാക്കുല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇത് വായിച്ചു തുടങ്ങിയപ്പോഴാണത് ഒരു പൂവാണെന്ന് മനസ്സിലായത്. ഒരു ചെറിയൊരു അതിലുണ്ടാവുന്നൊരു പൂവാണ്. അപ്പോൾ എന്നിട്ട് എൻ്റെ പടമൊക്കെ നോക്കി പോയിട്ട് ഓക്കെ. അപ്പോൾ അത് ആദ്യത്തെ കാര്യം. ഇതൊരു 160-169 പേജോളം വരുന്ന ഒരു ചെറിയ നോവലാണ്. ഇതിൽ പ്രധാന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 2 പേരാണ്, ശ്രീമതി പിന്നെ ശ്രീകാന്ത് ദേശ്പാണ്ഡെ എന്നുള്ള ഈ 2 പേര്. കർണാടകയിലെ ഹൂബ്ലി, ധാർവാഡ് ആ റീജിയണിനെ ബേസ് ചെയ്താണ് ഈ കഥ നടക്കുന്നത്. അവിടുത്തെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളാണ് ഈ ശ്രീമതിയും ശ്രീകാന്തും. അവർ 2 പേരും വളരെ ബ്രൈറ്റാണ്. തുടങ്ങുന്നതിന് ഒരു എസ് എ കോമ്പറ്റീഷനിൽ നടക്കുകയും അവിടെ ഈ ശ്രീമതിയും ശ്രീകാന്തുമാണ് എപ്പോഴും ഫസ്റ്റ് പൊസിഷനായിട്ടുള്ളൊരു മത്സരം. അവർ തമ്മിൽ അത്ര കോമ്പറ്റീഷനൊന്നുമില്ല, പ്രത്യേകിച്ച് ശ്രീമതിയുടെ ഭാഗത്തെങ്കിലും അവരുടെ കൂട്ടുകാരൊക്കെ ഇവരിൽ ആര് ജയിക്കും എന്നുള്ളൊരു ആവേശവും മത്സരവും ഒക്കെയാണ്. അപ്പോൾ അതിൽ ശ്രീമതി വിജയിക്കുന്നതായിട്ടാണ് ഇത് തുടങ്ങുന്നത്. ശ്രീകാന്തിനേക്കാളും ഒരു ബിറ്റ് മോർ എക്സ്ട്രാ ടാലൻറ്റഡ്, ബിറ്റ് മോർ ടെമ്പറമെൻ്റലി സ്ട്രോങ് ആയിട്ട് ശ്രീമതിയാണ് ഇനീഷ്യൽ ഭാഗങ്ങളിലൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ കുടുംബങ്ങൾ തമ്മിൽ വളരെയധികം തർക്കമാണ്. പഴയ ചില ഇഷ്യൂസിൻ്റെ പേരിൽ തർക്കമാണ്, പ്രത്യേകിച്ച് കുടുംബത്തിലെ സ്ത്രീകൾ തമ്മിൽ. ഒരു രീതിയിലും അടുത്തു പോകാത്ത കുടുംബമാണ്. പക്ഷേ കുട്ടികൾ ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അവർ തമ്മിൽ പ്രത്യേകിച്ച് ഫ്രണ്ട്ഷിപ്പും ഇല്ല, പ്രത്യേകിച്ച് ഒരു എനിമിറ്റി ഇല്ല. അങ്ങനെ പിന്നീട് 10ാം ക്ലാസ് പരീക്ഷ വരുന്നു. ശ്രീമതിക്ക് ഫസ്റ്റ് റാങ്കും ശ്രീകാന്തിന് സെക്കൻഡ് റാങ്കും കിട്ടുന്നു. അങ്ങനെ പിന്നെ അവർ കോളേജിലേക്ക് പോകുന്നു. അവിടെ യാദൃശികമായിട്ട് പല കോളേജുകളിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് അവിടെ പരിചയപ്പെടുന്നതും പിന്നെ അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിലാവുന്നതും പിന്നെ ഇഷ്ടത്തിലാവുന്നതും എന്നാൽ വീട്ടുകാരുടെ കടുത്ത എതിർപ്പുണ്ടാവുകയും ഒടുവിൽ അവരതിനെല്ലാം മറികടന്ന് അർത്ഥസമ്മതത്തോടു കൂടി വിവാഹം ചെയ്യുന്നതുമാണ്. ഇവിടം വരെയൊക്കെ ഒരു സാധാരണ സ്റ്റോറിയാണ്, നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള അനേകം പ്രണയകഥകളിലൊന്നും. പക്ഷേ പിന്നീട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുന്നുണ്ട്. ഇതാരും എവിടെയും പറയാത്തൊരു വിഷയമാണെന്നോ വളരെ നൂതനമാണെന്നോ ഒന്നും ഞാൻ പറയില്ല. പക്ഷേ മനസ്സിൽ തട്ടുന്ന രീതിയിൽ, നമ്മളെല്ലാം ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ ഈ നോവലിലൂടെ ലേഖിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സ്മാർട്ടായിട്ടും ഇഷ്ടപ്പെട്ട വിഷയം ഹിസ്റ്ററിയാണ് ശ്രീമതി തിരഞ്ഞെടുക്കുന്നത്. നന്നായിട്ട് പഠിക്കുന്ന വളരെ ബ്രൈറ്റായിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്നാൽ വിവാഹത്തിന് ശേഷം ഒരു കോളേജ് വരെയൊക്കെ ശ്രീമതി ശ്രീകാന്ത് ഒരേപോലെയാണ് പോകുന്നത്. 2 പേരും അവരവരുടെ ഫീൽഡിൽ വളരെ മികച്ചതാകുന്നു. ശ്രീകാന്ത് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള കുറച്ചുകൂടി ഫിനാൻഷ്യലി സ്റ്റേബിളായ ഫീൽഡുകളിലേക്കാണ് പോകുന്നത്. ശ്രീമതി ആണെങ്കിൽ ഹിസ്റ്ററി പോലെ ഫിനാൻഷ്യലി അത്രയ്ക്കൊരു ബെനിഫിഷ്യൽ അല്ലെങ്കിൽ പോലും സ്വന്തം ഇൻട്രസ്റ്റിനെയും സ്വന്തം താല്പര്യത്തെയും അനുസരിച്ചാണ് പഠിക്കുന്നത്. പക്ഷേ വിവാഹത്തിന് ശേഷം ഒബ്വിയസ്ലി മറ്റ് പല ഇന്ത്യൻ ഫാമിലികളിലും കാണാറുള്ള പോലെ നമ്മളൊരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റി തന്നെയാണ്. ശ്രീകാന്തിൻ്റെ ജോലിക്കും ശ്രീകാന്തിൻ്റെ താല്പര്യങ്ങൾക്കും പ്രാമുഖ്യം ലഭിക്കുന്നു. അങ്ങനെ ശ്രീകാന്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഇവർ മുംബൈയിലേക്ക് പോവുകയാണ്. അങ്ങനെ ശ്രീകാന്തിൻ്റെ ജോലി പിന്നെ പതിയെ ഗ്രാജ്വലി ശ്രീമതിക്ക് സ്വന്തം പഠനം, ജോലി, സാമ്പത്തികമായിട്ടുള്ളൊരു വരുമാനം കിട്ടുന്നൊരവസ്ഥ, സ്ലോലി ആ കുടുംബത്തിൽ സ്വന്തം സ്ഥാനം എന്നിവ ഓരോന്നായിട്ട് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഈ നോവൽ വളരെ ഓർഗാനിക്കായിട്ട് വളരെ ലെയേർഡായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ആ നാടകീയതയില്ല, പലപ്പോഴും ഫിലിംസിലൊക്കെ കാണാറുള്ള ഒരു നാടകീയതയില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമത് ഇതിൽ ഔട്ട്റൈറ്റ് വില്ലന്മാർ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ശ്രീകാന്തിനെ ഒരു വില്ലനായിട്ട് കാണിക്കാമായിരുന്നു. ഇവിടെയും ശ്രീകാന്തിൻ്റെ ഭാഗത്ത് നെഗറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിലും ശ്രീകാന്തിൻ്റെ ഔട്ട്റൈറ്റ് വില്ലനായിട്ടല്ല കാണിക്കുന്നത്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു രീതികളാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയിൽ ഒരു മെയിൽസിൻ്റെ എഡ്യൂക്കേഷൻ, മെയിൽസിൻ്റെ ജോലി, മെയിൽസിൻ്റെ താല്പര്യങ്ങൾ അതനുസരിച്ച് കൂടുതലായും ഫീമെയിൽസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു ഇത്. ഇവിടെ ശ്രീകാന്ത് ഒരു ദുഷ്ടനല്ല, അയാൾക്ക് മദ്യപാനമോ ലഹരിയോ വേറെ പ്രശ്നങ്ങളില്ല, ഈ ശ്രീമതിനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യണില്ല, ആളിനെ പൈസയുടെ കേസിൽ ഒന്നിലും ശ്രീമതിക്ക് ഒരു റെസ്ട്രിക്ഷൻ ഒന്നും കൊടുക്കണില്ല, ഇഷ്ടംപോലെ സ്പെൻഡ് ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരു വ്യക്തിക്ക്, ആണോ പെണ്ണോ ആരോ ആവട്ടെ, ഒരു വ്യക്തിക്ക് ഏറ്റവും അധികം വേണ്ട റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്, അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ ശ്രീമതിക്ക് ഒട്ടും കിട്ടാതാവുകയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന അവസ്ഥയിൽ എടുക്കപ്പെടുകയാണ്. ഇങ്ങനെ ഒരാൾ വീട്ടിലുണ്ട് എന്നുള്ളത് പോലും മറന്ന് കൂടുതൽ സാമ്പത്തികമായും അധികാരപരമായുള്ള ഉയരങ്ങളിലേക്കും അതിൻ്റെ ഭാഗമായുള്ള തിരക്കുകളിലേക്കും ഓട്ടങ്ങളിലേക്കും ഈ ശ്രീകാന്ത് ദേശ്പാണ്ഡെ എന്ന് പറയുന്ന ആൾ പോകുന്നത് വളരെ ഓർഗാനിക്കായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ശ്രീമതി ഇതിന് കംപ്ലീറ്റ്ലി സപ്പോർട്ടീവ് ആയിരുന്നു. തുടക്കത്തിൽ ശ്രീമതി ഇങ്ങനെ ഭർത്താവിൻ്റെ എൻ്റെ നിന്ന് വേർതിരിച്ച് കണ്ടിട്ടില്ല. എല്ലാ രീതിയിലും നമ്മുടെ ഇന്ത്യൻ നോംസ് അനുസരിക്കുന്ന ഒരു സ്ത്രീ തന്നെയായിരുന്നു ശ്രീമതി. പക്ഷേ കാലക്രമേണ പതുക്കെ ആൾക്ക് ബോധ്യപ്പെടുകയാണ്. പതുക്കെ ശ്രീകാന്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരികയാണ്. ആളൊരു ഔട്ട്റൈറ്റ് ദുഷ്ടനാണെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു വ്യക്തി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള സത്യം അക്നോളജ് ചെയ്യാത്ത ആ വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട റെക്കഗ്നീഷനും സ്നേഹവും
പിന്നെ അവർക്ക് കൂടി വളരേണ്ടതുണ്ട്. അവരുടെ കരിയർ, അവളുടെ പഠിപ്പം അത് കൂടി പ്രധാനമാണ്. എൻ്റെ ഒരു സബോർഡിനേറ്റ്, എൻ്റെ ഒരു ഷാഡോ മാത്രമല്ല എൻ്റെ ഭാര്യ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ള പോലെ വളരെയധികം ട്യൂൺഡായിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ട്യൂൺഡായിട്ട് സംഭവിക്കുന്നവരെ ശ്രീകാന്ത് മറന്നു പോകുന്നു, ശ്രീമതിയും അത് മറന്നു പോകുന്നു എന്നുള്ളതാണ്. അവർ രണ്ടുപേരും സിസ്റ്റത്തിൻ്റെ ഒരു വിക്ടിംസ് ആവുകയാണ്. വളരെ ബ്രൈറ്റായ ശ്രീമതിക്ക് PhD ചെയ്യാനും പല കാര്യങ്ങൾക്കുള്ള അവസരം ഉണ്ടാകുന്നു. പക്ഷേ ശ്രീകാന്തിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടിയും ശ്രീകാന്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും അവളത് മാറ്റിവെക്കുകയാണ്. തുടക്കത്തിലൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ ഇങ്ങനെ പോയി ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. കാലക്രമേണ ശ്രീകാന്തിനും അതിനെക്കുറിച്ച് ശ്രീകാന്ത് മറക്കുകയും ശ്രീമതിനെ ഒരു ഗ്ലോറിഫൈഡ് അസിസ്റ്റൻ്റായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തികളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റത്തെ വളരെ ഓർഗാനിക്കായിട്ട് ഈ നോവലിൽ കാണിച്ചിട്ടുണ്ട്. വളരെ നല്ല ചില ഫ്രേസസ് ഉണ്ട്. ഭാമതി എന്ന് പറയുന്ന ഒരു മുനിഭഗ്നിയുടെ ചെറിയൊരു സ്റ്റോറിയാണ്. ഞാൻ കുറച്ച് ക്ലിപ്സ് എല്ലാം ഫോട്ടോസ് എല്ലാം ഞാൻ കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഇടാൻ, വായിച്ച് നോക്കും. വളരെ കാലക്രമേണ ഏതോ ഒരു പോയിന്റിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും സാമ്പത്തികമായിട്ട് ശ്രീകാന്തിൻ്റെ പൈസ ശ്രീമതിക്ക് ഉപയോഗിക്കാം, അതിനൊന്നും പ്രശ്നമില്ല, സാമ്പത്തിക റെസ്ട്രിക്ഷൻസ് ഇല്ല. എങ്കിൽ പോലും ഒരു പോയിന്റിൽ ആൾക്ക് മനസ്സിലാവുകയാണ്, ഞാൻ ഈ വീട്ടിൽ ആരുമല്ല എന്നുള്ളത്. ഞാനിന്ന വ്യക്തിക്ക് ഇവിടെ യാതൊരു റെക്കഗ്നീഷനും കിട്ടുന്നില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ടേക്കൺ ഫോർ ഗ്രാൻഡായിട്ട് എടുക്കുകയാണ്. ഞാൻ എൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചല്ല കംപ്ലീറ്റ് ആയിട്ട് ജീവിക്കുന്നത്. ഐ എം നോട്ട് അറ്റ് പീസ് വിത്ത് മൈസെൽഫ് എന്നുള്ളത് മനസ്സിലാവുകയാണ്. ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തിലോ എവിടെയാണെങ്കിലും ഒരു വ്യക്തിയുടെ സാന്നിധ്യം, അയാൾ ചെയ്യുന്ന ജോലികൾ, അയാൾ ചെയ്യുന്ന സേവനങ്ങൾ, അയാളുടെ സ്നേഹം, അയാളുടെ എഫേർട്ട്, അയാളുടെ ത്യാഗം, ആണോ പെണ്ണോ ആവട്ടെ, ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ അക്നോളജ് ചെയ്യാതിരുന്നാൽ, അതിനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മരവിപ്പിലേക്ക് പോകുന്നത് എന്നുള്ളത് ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും പുറകിലുള്ള ഒരു പരിധി കഴിഞ്ഞുള്ള ഓട്ടം എങ്ങനെയാണ് ബന്ധങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. ഇതൊന്നും വേണ്ടാന്നല്ല, അധികാരം പണം ഒന്നും വേണ്ടാന്ന് പറയുന്ന ഒരാളൊന്നുമില്ല ഞാൻ. ആവശ്യത്തിന് ഇതൊക്കെ വേണം. പക്ഷേ അതോടൊപ്പം തന്നെ കുടുംബജീവിതം, വ്യക്തികൾ, സ്നേഹം, പരസ്പര ധാരണ എന്നിവയെല്ലാം കൂടി കൊണ്ടുപോയില്ലെങ്കിൽ ആ ഒരു ഇംബാലൻസ് എങ്ങനെ വളരെ ദോഷകരമാകാമെന്ന് വളരെ ഓർഗാനിക്കായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിലൊരു ഏച്ചുകെട്ടലില്ല എന്നുള്ളതാണ്. ഇതൊരിക്കലും പറയാത്തൊരു വിഷയമൊന്നുമല്ല. പക്ഷേ അതിന് നല്ല രീതിയിൽ ഏച്ചുകെട്ടലുകളില്ലാതെ നമ്മുടെ സാമൂഹിക സ്ട്രക്ചറിൻ്റെ പല ഫീച്ചേഴ്സ് ചേർത്തുകൊണ്ട് സ്വാഭാവികമായി നല്ല രീതിയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ വിജയം. ഇനി ഇതിൻ്റെ അവസാന ഭാഗത്താണെങ്കിലും മാജിക്കുകൾ സംഭവിക്കുന്നില്ല. ഇപ്പോൾ ശ്രീകാന്തിൻ്റെ അമ്മ ശ്രീമതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നേയില്ല. ഇവളുടെ പൈസ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരെയും പൈസ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ശ്രീമതിൻ്റെ പേര് പോലും ഒരു കത്തിലോ ഒന്നിലും ചോദിക്കാതെ. ഇത് 80s നടക്കുന്നൊരു കഥയാണ്, മൊബൈൽ എന്നുള്ള കാലമല്ല. അങ്ങനെ ഒരാളുണ്ടെന്ന് പോലും അക്നോളജ് ചെയ്യാതെ എന്നാൽ ഇവർ രണ്ടുപേരുടെയും പൈസയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന രീതിയാണ് കാണുന്നത്. ഈ നോവലിന് അവസാനം പെട്ടെന്ന് ഇവരെല്ലാവരും നല്ലവരാകുന്ന, ഇപ്പോൾ ശ്രീകാന്തിൻ്റെ അമ്മയാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും പെട്ടെന്ന് എല്ലാവരും നന്നാവുന്ന, പെട്ടെന്ന് ഒരാളുടെ ഇമ്പോർട്ടൻസിൽ മനസ്സിലാവുന്ന അങ്ങനത്തെ ഒരു മാജിക്കൊന്നും അവസാനം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ വേറൊരു കാര്യം. അങ്ങനെ മാജിക്കുകൾ സംഭവിച്ചാൽ, ഒരു വടി വീശുന്ന വേഗതയിൽ ആളുകൾ മാറിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായില്ല. ആ ഒരു നോൺ ഓർഗാനിക് പ്രശ്നം ഇതിലില്ല. വളരെ സ്വാഭാവികമായിട്ടാണ് ഇതിലെ കാര്യങ്ങൾ. ഇതിൻ്റെ അവസാനവും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തികളെക്കുറിച്ച്, മറ്റുള്ളവരെ നിഴലാകേണ്ടി വരുന്ന വ്യക്തികളെക്കുറിച്ച്, കുടുംബങ്ങളിൽ പുറമേ നോക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും സ്വയം അക്നോളജ് ചെയ്യപ്പെടാതെ, അംഗീകരിക്കപ്പെടാതെ, അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാതെ ഇരിക്കുന്ന ഒരുപാട് പേരെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച്. എല്ലാവർക്കും ബാധകമാണെങ്കിലും നമ്മുടെ ഇപ്പോഴും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും നമ്മുടെ ഇപ്പോഴും ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റി ആയതുകൊണ്ടാണ് സ്ത്രീകളുടെ കാര്യം എടുത്ത് പറയുന്നത്. ഈ നോവൽ കുറച്ച് മുമ്പ് എഴുതിയതില്ല, അപ്പോൾ അന്ന് കാലത്ത് കുറേയും കൂടി പാട്രിയാർക്കിക്കലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരുപാട് ശ്രീമതിമാരെക്കുറിച്ചും ശ്രീകാന്ത്മാരെക്കുറിച്ചും നമ്മളെ ചിന്തിപ്പിക്കാൻ ഉതകുന്ന ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്രത്തോളം ട്യൂൺഡായി പോയിട്ടുണ്ട്, സിസ്റ്റത്തിലുള്ള ചില പ്രശ്നങ്ങളെ എത്രത്തോളം നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, സിസ്റ്റത്തിലെ നല്ല വശങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയും അതേസമയം അതിലെ പ്രശ്നങ്ങളെ അക്നോളജ് ചെയ്യും ഓവർകം ചെയ്യാൻ ശ്രമിക്കുകയും വേണം. അത് എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ട്, എത്രത്തോളമാണ് സിസ്റ്റം നമ്മളെ നയിക്കുന്നത് എന്നുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോ കുടുംബങ്ങൾക്കും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ മധ്യവർഗ കുടുംബത്തിൽ ഇന്ത്യൻ സെറ്റിങ്ങിൽ നടക്കുന്ന ഒരു സാധാരണമായ, ഒരുപാട് വലിയ വില്ലന്മാരൊന്നുമില്ലാത്ത വളരെ സാധാരണമായൊരു കഥയിലൂടെ പ്രസക്തമായൊരു കാര്യം പറയുന്ന ഒരു റിലവൻറ്റ് നോവൽ എന്ന നിലയിലാണ് ഞാനിത് കാണാം. ഇത് വിവാഹത്തിന് മുമ്പ് തന്നെ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ഐഡിയാസൊക്കെ മാറാൻ, സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ, ഇത്തരമൊരു അവസ്ഥ സ്വന്തം ജീവിതത്തിൽ വരാതിരിക്കാൻ, അങ്ങനെ മെയിൽസും ഫീമെയിൽസും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ചെറിയ കൊച്ചു പുസ്തകമാണിത്. ഞാനിതെല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ എടുത്ത് പറയട്ടെ, ഞാൻ കുടുംബ വ്യവസ്ഥയെയോ ഒന്നിനെയും നിരാകരിക്കുന്ന ഒരാളല്ല. ഞാനൊരു ലെഫ്റ്റിസ്റ്റ് വോക്കിസ്റ്റൊന്നുമല്ല. വിവാഹം തന്നെ പ്രകൃതി വിരുദ്ധമാണ്, അല്ലെങ്കിൽ കുടുംബം എന്ന വ്യവസ്ഥയെ തെറ്റാണെന്ന് പറയുന്ന ചിലരെ പോലെ അല്ല ഞാൻ കുടുംബ വ്യവസ്ഥയെ മഹത്തരമാണെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ അതിൽ
നെഗറ്റീവായ ചില ഭാഗങ്ങൾക്ക് മാറ്റങ്ങൾ വരണം, പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരണം. അത് ഡൈനാമിക് ആയിരിക്കണം, കൂടുതൽ ഇൻക്ലൂസീവ് ആയിരിക്കണം, കുറച്ചുകൂടി പവർ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം എന്ന് വ്യക്തമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചൊക്കെ എൻ്റെ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എന്നെ തുടർച്ചയായി കേൾക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ വീഡിയോ മാത്രമായിട്ടോ അല്ലെങ്കിൽ എന്നെ അധികം കേട്ടിട്ടില്ലാത്തവർക്ക് ചിലപ്പോൾ ഞാൻ ഈ കുടുംബ വ്യവസ്ഥിതിക്കും വിവാഹത്തിനും എതിരാണോ എന്നൊരു സംശയം വരാം. ഒരിക്കലുമല്ല. നല്ല മാറ്റങ്ങൾ വരണം, അന്ധമായിട്ടൊന്നും അതേപടി ഫോളോ ചെയ്യേണ്ടതില്ല, ഡൈനാമിക് ആയിരിക്കണമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. ഒരുപാട് നല്ല ഭാഗങ്ങൾ ഈ നോവലിലുണ്ട്. എല്ലാവരും ചിന്തിക്കുക, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ചെറിയ നോവലാണിത്. നിങ്ങളെല്ലാവരും വായിക്കണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഇത് 200 സംതിങ് രൂപയേ ഉള്ളൂ, സുഖമായിട്ട് ആമസോണിലെല്ലാം കിട്ടും. ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് റീഡ്, എസ്പെഷ്യലി ദ യങ്ങർ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്, എസ്പെഷ്യലി ദ വൺസ് ബിഫോർ എൻറ്ററിങ് ദ മാരേജ്. കുടുംബ ബന്ധങ്ങളിൽ ആ ഒരു ചേഞ്ച്, ആ ഒരു ഗ്രാജുവൽ ചേഞ്ച്, ഇത് വരാതിരിക്കാൻ ഓരോ കുടുംബങ്ങളിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകം തരുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. താങ്ക് യു.